വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലാണെങ്കിൽ റവന്യൂ സെക്രട്ടറി ശാലിനിയെ ഫോൺ വിളിച്ചിട്ട് ആ പരുത്തിക്കുന്നിൽ കോളനിയിലെ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ആളിനെ വിട്ടിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞിട്ട് സാറിനെ അങ്ങോട്ടത്തേക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീടാണ് അനുപല്ലവിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. ഇതേ സമയത്താണെങ്കിൽ കാഹളം കുമാരനാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം പിള്ളയാണ് മുറ്റത്ത് നിൽക്കുന്നത്. അന്നേരം ആരാണ് ചോദിക്കുമ്പോൾ താൻ ചെന്ന് കാഹളം കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അന്നേരം പിള്ളയ്ക്ക് ആളിനെ മനസ്സിലാവുന്നില്ല. അന്നേരം കാഹളമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അകത്ത് നിന്ന് രാഘവൻ നായർ ഇറങ്ങി വന്നിട്ട് അതെ കാഹളം എന്നിങ്ങനെ ഗൗരവത്തിൽ പറയുകയാണ്. പക്ഷേ ഈ കാഹളം കുമാരൻ അന്നേരം ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഘവൻ നായരുടെ സുഹൃത്തായിരിക്കണം ഈ കാഹളം കുമാരൻ എന്നുള്ളത്. അയാൾ നല്ല രീതിക്കാണ് നിൽക്കുന്നത്. രാഘവൻ നായരെ കണ്ടിട്ട് ചിരിച്ച് സന്തോഷിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമയുടെ സഹായം ചോദിക്കാൻ വന്നതായിരിക്കണം മിക്കവാറും ആ ഒരു കോളനിയുടെ കാര്യത്തിന്. അതനുസരിച്ചായിരിക്കണം വിഷ്ണു ആ കോളനിയിലേക്ക് പോകുന്നതൊക്കെ. വിഷ്ണു ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ഒരു മെക്കാനിക് വർക്ക്ഷോപ്പോ എന്തോ ഒരു സ്ഥലത്തേക്കാണ് വിഷ്ണു ഇങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ ഈ ജോലിക്കാർ വിഷ്ണുവിനെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലിരിക്കുന്ന ആ ഒരു ചുറ്റികയൊക്കെ ഇങ്ങനെ താഴെ വീണവരാകെ വിറച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. മിക്കവാറും ഈ കാഹളം കുമാരനാണെങ്കിൽ വിഷ്ണുവിൻ്റെ സഹായം തേടിയായിരിക്കണം അങ്ങോട്ടത്തേക്ക് പോയത്, അവരെ ഒഴിപ്പിക്കാൻ എന്നോണം. ഇനിയിപ്പോൾ ശാലിനി അനുപല്ലവി പറഞ്ഞ പോലെ പോലീസുകാരൊക്കെ ചെല്ലുമ്പോൾ അവരൊഴിയാൻ തയ്യാറാണെന്ന് പറയുമായിരിക്കും. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ ശാലിനി സോൾവ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതിന് വേറൊരു സീന് കാണിക്കുന്നുണ്ട്. ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്നയാളെ കാണിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ അവരുടെ ആ സ്ഥാപനത്തിലേക്ക് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റിക്ക് ഡോർ തുറന്നിറങ്ങുന്നു, ആളിൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വിഷ്ണുവിന് അടുത്ത എതിരാളിയായിട്ട് പിന്നെ ഈ മാണിക്കോത്ത് വിഷ്ണുവിന് ശാലിനിക്കും എതിരാളിയായിട്ട് ഈ മാണിക്കോത്ത് മഹേന്ദ്രനായിരിക്കും. ഇപ്പോൾ സുസ്മിതയും ചന്ദ്രബോസും ഒന്നും രംഗത്തില്ല. ആരെങ്കിലുമൊക്കെ എതിരാളികളായിട്ട് വേണമല്ലോ. അപ്പോൾ അവരായിരിക്കും ആ ഒരു വില്ലൻ്റെ വേഷത്തിൽ വരുന്നതൊക്കെ. എന്താണെന്നുള്ളത് നോക്കാം. പക്ഷേ ശിവൻ എന്ന കഥാപാത്രത്തെ കാണിച്ചിട്ടുമില്ല. എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.